ഞാൻ ഇല്ലേ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഇന്ന് ഞാനൊരു റീൽ കണ്ടപ്പോഴാണ് എൻ്റെ ഫാദേഴ്സ് ഡേ ആണെന്ന് അറിയുന്നത്. ആ ടൈമിൽ എൻ്റെ മൈൻഡിൽ കുറേ കാര്യങ്ങളും മെമ്മറീസും വാപ്പായിട്ടുള്ള ഇങ്ങനെ വന്നു. വാപ്പ പറഞ്ഞത് ഞാൻ ഇല്ലേ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ആ ടൈം ഞാനൊരു നെർവസായി ടെൻഷനായി ഇരിക്കുന്ന ടൈമായിരുന്നു. ആ ഒരു വാക്ക് മതിയായിരുന്നു എനിക്ക് ഫുൾ സ്ട്രെങ്ത് കിട്ടാൻ. ഞാൻ അന്നേരം ചിന്തിച്ചു, എനിക്ക് വാപ്പുണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? എന്തോ ഒരു എനർജി നമുക്കുള്ളിലേക്ക് തരുന്നത് പോലെ വാപ്പയുടെ ആ വേർഡ്സ് എനിക്ക് കിട്ടിയത്. ഞാൻ ചെറുപ്പം മുതലേ ചെറിയ കുരുത്തക്കേടെല്ലാം ഉള്ളതുകൊണ്ട് ഉമ്മ എന്ത് പറഞ്ഞാലും വാപ്പ എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നു. ക്ലാസ് പഠിച്ച് പുറത്ത് പോകുന്നതും സ്കൂളിൽ പിടിച്ചു, പ്രിൻസിപ്പൾ വിളിപ്പിച്ചു, ഉമ്മ പോയി അവിടുന്ന്. അപ്പോൾ അങ്ങനെ കുറേ സീനായ ടൈമിലും അപ്പോൾ പറഞ്ഞു അതിനെന്താ പുറത്തുള്ള പോകേണ്ട ടൈമിൽ പുറത്ത് പോകാൻ പറ്റുള്ളൂ. അതിലും ചെറിയ ടൈമിൽ ഞങ്ങളുടെ കൂടെ ബൂസ്റ്റ് തിന്നാനെല്ലാം ഒളിച്ചു ബൂസ്റ്റ് കഴിക്കാനെല്ലാം വരുമായിരുന്നു. ഐ തിങ്ക് ഹീസ് സച്ച് എ ലവ്ലി ഫാദർ. ഇവിടെ വഴക്ക് കഴിഞ്ഞ് ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കുകയായിരുന്നു ചില ദിവസങ്ങളിൽ ഞാൻ പണിയിലായിരിക്കും. ആ ടൈമിൽ 3 days എല്ലാം വാപ്പ കണ്ടിന്യൂസ് കോൾ ചെയ്യുകയാണ്. 4ാമത്തെ ദിവസമായിട്ടാണ് തിരിച്ചു വിളിക്കുക. ആ ടൈമിൽ എൻ്റെ മോളിത്ര ദിവസം എവിടെയായിരുന്നു? കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ സ്നേഹിക്കാൻ പറ്റാന്ന് പറഞ്ഞാലേ അത് അവർക്കാ പറ്റത്തുള്ളൂ. ഐ ലവ് ഹിം സോ മച്ച്. ഐ ലവ് യു പാപ്പ ഫോർ ദിസ് ലൈഫ്.